ഹായ് ഓൾ. MG യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള CAT എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റ് ആണ്. വെൽക്കം ടു ലേൺ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കേരളയുടെ അവരുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2026 കുറിച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, MG യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cat.mgu.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ CAT-MGU 2026 രജിസ്ട്രേഷൻ ഈസ് നൗ ഓപ്പൺ എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷനിലേക്കാണ് പോകുന്നത്. ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ മാസം 31 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആരെങ്കിലും ഇപ്പൊ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് ഒരു റിമൈൻഡർ കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് ഡേറ്റ് കാര്യങ്ങൾ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 31/3/2026 ആണ്. അതേപോലെ ഇവിടെ പറയുന്നുണ്ട് ഡൗൺലോഡിംഗ് ഓഫ് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് 8/4/2026 ആണ്. ഇനി എൻട്രൻസ് എക്സാം, അതേപോലെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മെയിലാണ്. സോ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് എക്സാമിനുള്ളൂ എന്നും കൂടെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇന്റർവ്യൂ ആയിക്കോട്ടെ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിക്കോട്ടെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പിന്നീടായിരിക്കും ഡേറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യുക എന്നും കൂടെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം MG യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അവിടെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസിന് ഫോർ ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 1250 രൂപയാണ് ഒരു പ്രോഗ്രാം അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് 250 രൂപ വേണം എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. വൺ ക്യാൻ അപ്ലൈ മാക്സിമം ഓഫ് 4 പ്രോഗ്രാംസ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഫോർ ജനറൽ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് SC ആൻഡ് ST കാൻഡിഡേറ്റ്സ് ആണ്. സോ SC ആൻഡ് ST കാൻഡിഡേറ്റിനാണെന്നുണ്ടെങ്കിൽ 625 രൂപയാണ് ഒരു സബ്ജക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതേപോലെ 125 രൂപ അഡീഷണൽ ആയിട്ട് പ്രോഗ്രാംസ് എടുക്കുന്നതിന് വേണം എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറയാനുള്ളത്. അതല്ലാതെ എൻട്രൻസ് ടെസ്റ്റ് സെന്റർ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എന്തുണ്ട്, നമുക്ക് ഓരോ സെന്റർ വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ചെന്നൈയിലും ബാംഗ്ലൂരും സെന്റർ അവൈലബിൾ ആണ്. അത് ഇനി നമുക്കറിയാം മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒരു എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട്. MBA പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് CAT എക്സാം, അതേപോലെ തന്നെ CMAT എക്സാം, പിന്നെ KMAT എക്സാം പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടുക. ഇനി MTech പ്രോഗ്രാമിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ MBA ആയിക്കോട്ടെ, MTech പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇവരെന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ഏതാണോ വേണ്ടത്, ഇപ്പം CMAT പോലത്തെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണോ വേണ്ടത്, ആ കറസ്പോണ്ടിങ് എക്സാം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതും അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫീസ് കാര്യങ്ങൾ, ഇപ്പം പെർ ഇയറിലുള്ള ഫീസ് കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നതാണ്. ഇപ്പൊ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബയോഫിസിക്സ്, മൈക്രോബയോളജി ഒക്കെ നോക്കുമ്പോൾ അതിന്റെ സീറ്റ് അവൈലബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, സീറ്റ് അവൈലബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇനി എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് PSc ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, ബയോഫിസിക്സ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ലൈഫ് സയൻസ്, പിന്നെ അലൈൻഡ് സയൻസ്, അലൈൻഡ് ഹെൽത്ത് സയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് BSc ഡിഗ്രി വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക്, അല്ലെങ്കിൽ ഒരു 50% CGPA താഴത്താവരുത് എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ എലിജിബിൾ ആണോ, രണ്ടാമതായിട്ട് സീറ്റ് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഓരോ പ്രോഗ്രാമും ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ MSc ഇൻ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12 സീറ്റാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. BSc ഇൻ കെമിസ്ട്രി വിത്ത് മാത്തമാറ്റിക്സ് ഒരു സബ്സിഡറി സബ്ജക്റ്റ് ആവണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക്
മാർക്ക് എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ കോഴ്സുകൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജി വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ്, അതേപോലെ എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നുണ്ട്, സ്റ്റാറ്റി, അപ്ലൈഡ് ജിയോളജി, മാത്തമാറ്റിക്സ്, AI ആൻഡ് ML വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്സിൽ, അതേപോലെ കെമിസ്ട്രിയിലും നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നുണ്ട്. ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. MSc ഇൻ ബോട്ടണി ആൻഡ് പ്ലാന്റ് സയൻസ് ടെക്നോളജി വരുന്നുണ്ട്. പിന്നെ MSc ഫിസിക്സിൽ, അതേപോലെ MSc കെമിസ്ട്രിയിൽ, ഇതിൽ രണ്ടിലും എനർജി സയൻസ് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ കോഴ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക. ഇനി MA പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ് വരുന്നുണ്ട്, മലയാളം, ഇംഗ്ലീഷ്, ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സ്, ഹിസ്റ്ററി. ഇപ്പൊ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, 20 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മളോട് എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്രൈറ്റീരിയ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്, വിത്ത് നോട്ട് ലെസ് ദാൻ 45% മാർക്കാണ്. അതേപോലെ MA ഹിസ്റ്ററിക്കും MA ആന്ത്രോപോളജിക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ MA ജെൻഡർ സ്റ്റഡീസ് ഉണ്ട്, MA കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കോഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മാസ്റ്റേഴ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ഉണ്ട്, പിന്നെ മാസ്റ്റർ ഓഫ് ലോ. ഓക്കെ, LLM ഉണ്ട്. LLMനാണെന്നുണ്ടെങ്കിൽ നമ്മൾ LLB പാസ്സായിരിക്കണം, അതേപോലെ 50% മാർക്ക് വേണം എന്നുള്ളതാണ് അവിടുത്തെ ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ വേറൊരു കോഴ്സാണ് BBA LLB വരുന്നുണ്ട്. BBA LLB ഹോണേഴ്സ് ആണ്. അവിടെ 50 സീറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് അവർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതിൽ സ്പെഷ്യലായിട്ട് SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 40% മാർക്ക് മതി. അതേപോലെ തന്നെ OBC ആണെന്നുണ്ടെങ്കിൽ 42% അഗ്രിഗേറ്റ് മാർക്ക് +2 വേണം എന്നുള്ള കേസൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ 45 ആൻഡ് എബവ് വേണം എന്നും കൂടെ പറയുന്നുണ്ട്. MBAയുടെ കേസിൽ അവർ പറയുന്നത് നോക്കിയേ, KMAT, CMAT, CAT പോലത്തെ എക്സാമിന്റെ സ്കോറാണ് വാലിഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എംടെക് നോക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് MSc വേണം അല്ലെങ്കിൽ BTech ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എക്സാം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ്ജക്റ്റ് എടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ CAT.mgu.ac.in എന്ന് പറയുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നെയിം കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് മിഡിൽ നെയിം ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. പിന്നെ ഈ പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് ഒരു പാസ്വേഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡും കൂടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിന് മുമ്പ് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് ഉണ്ടാവും എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, പകരം ഇവിടെ പേജ് നമ്പർ 25 എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൗ ടു അപ്ലൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഒരു പാസ്വേഡും കിട്ടും. അത് നമ്മൾ എന്തായാലും നിർബന്ധമായാലും ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വാളിഫിക്കേഷൻ, പിന്നെ ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ബിലോ 200 KB ആയിരിക്കണം നമ്മുടെ ഫയൽ സൈസ് വരുന്നത്. അതേപോലെ തന്നെ JPG അല്ലെങ്കിൽ JPEG എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കണം വരേണ്ടത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെൻറ്റർ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ്, അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ സെൻറ്റർ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു സെൻറ്റർ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ഇനി രജിസ്ട്രേഷൻ ഫീസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ഓൾറെഡി ഇപ്പം SC/ST ആണെന്നുണ്ടെങ്കിൽ ഏതാണ്, അതേപോലെ തന്നെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. 1250 രൂപയാണ് ജനറൽ ആപ്ലിക്കന്റിന് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് പേ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആയി നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്.
ഓക്കെ, ബാക്കിയുള്ള അഡ്മിറ്റ് കാർഡ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരു പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് എന്താണ് വായിച്ചിട്ട് മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് റീഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റിസർവേഷനെ കുറിച്ച് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിസർവേഷനെ കുറിച്ച് പറയുന്നത് പേജ് നമ്പർ 84ലാണ്. അപ്പോൾ 84ലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, റിസർവേഷൻ പല ടൈപ്പ് റിസർവേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ റിസർവേഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോൺ കേരളൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, CUT സ്കോർ വെച്ചിട്ട് റിസർവേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. PWD കണ്ടീഷൻ, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അവർക്ക് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആപ്ലിക്കന്റിന് റിസർവേഷൻ വരുന്നുണ്ട്. അതല്ലാതെ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട എന്നുള്ളതൊക്കെയാണ് പിന്നീട് വരുന്ന കോട്ടാസ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവുമെങ്കിൽ 25% അതിന്റെ സീറ്റ് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.